ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ നേരത്തെ എണീച്ചു, 3:30 എണീച്ചു. 4 മണിയാകുമ്പോഴേക്കും വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞു. നാമൊക്കെ ജപിച്ച് കഴിഞ്ഞപ്പോൾ 5 മണി കഴിഞ്ഞു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾ ഭൂരി മസാല ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഭൂരി ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. 3 കപ്പ് ഗോതമ്പ് മാവിലേക്ക് അതേ അളവിൽ തന്നെ മൈദ ചേർത്തു. ഒരു മുക്കാൽ കപ്പോളം റവയും കൂടെ ചേർത്തു. നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർത്തു. 2 സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തു. അതിനുശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു. പിന്നെ ഒരു 1-1.5 സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് വെച്ചു, മൂടി വെച്ചു. കറിയൊക്കെ തയ്യാറായി വരുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ബോൾ പോലെ നല്ല വീർത്ത് വരും. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഭൂരിയാണ്. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത കാരണം ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. എന്നാൽ അത്രയും തന്നെ സോഫ്റ്റുമാണ്. കുറേ സമയം ഇങ്ങനെ വീർത്ത് ഇരിക്കും, പെട്ടെന്ന് ചുങ്ങി പോവില്ല. നല്ല ടേസ്റ്റുള്ള ഭൂരിയാണ്. അതുപോലെ പൊട്ടറ്റോ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് 7:30 ആകുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ സച്ചുവേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പുറത്ത് ഒരുപാട് സീതപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ആളതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പം നമ്മളിന്ന് കുട്ടികളെയും കൊണ്ട് പുറത്ത് പോവുകയാണ്. ഓണം വെക്കേഷൻ ഇതുവരെ മക്കളെ കൊണ്ട് പുറത്ത് പോയിട്ടില്ല. അപ്പം അനിയത്തിയുടെ കുട്ടികളെല്ലാവരും ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.